السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസ്നിൽ അസീസ് 2025 ആഗസ്റ്റ് മാസം 29 തീയതി 1447 റബീഉൽ അവ്വൽ 5 തീയതി നടത്തിയ ദ ബെസ്റ്റ് ഓഫ് മാൻകൈൻഡ്, മാനവകുലോത്തമൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളിയാഴ്ച പ്രഭാഷണം നടത്തുകയുണ്ടായി. റബീഉൽ അവ്വൽ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച നടത്തിയ പ്രസ്തുത പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഇമാം പ്രസ്തുത വിഷയത്തെ ആരംഭിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ദൈവിക മാർഗദർശനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ബൗദ്ധികതയുടെയും മഹാസാഗരമായിരുന്നു പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇന്ന് അദ്ദേഹം നയിച്ച മഹത്തായ യുദ്ധങ്ങളെ സംബന്ധിച്ചോ അഥവാ പ്രകടിപ്പിക്കപ്പെട്ട അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചോ ആഴത്തിൽ നാം സംസാരിക്കുന്നില്ല. മറിച്ച് ഇന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആർദ്രത നിമിഷങ്ങളെക്കുറിച്ചും ഏകാന്ത ധ്യാനത്തെക്കുറിച്ചും നിശബ്ദ സങ്കടങ്ങളെക്കുറിച്ചും വിവേകപൂർണമായ മഹത്വത്തെക്കുറിച്ചും ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ തൻ്റെ പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു: നിശ്ചയമായും താങ്കൾ മഹത്തായ ധാർമ്മിക വ്യക്തിത്വമുള്ള ആളാകുന്നു. അൽ കലം എന്ന സൂറത്തിലെ 5-ാം വചനത്തിൽ അത് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. ഈ വ്യക്തിത്വം, മഹത്വപൂർണമായ ഈ ധാർമ്മിക നിലവാരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ ചെറിയ സംഭവ ചരിത്രത്തിൽ പ്രകടമായി കാണാവുന്നതാണ്. സംഭവ ചരിത്രങ്ങൾ അഥവാ ആഖ്യാനങ്ങൾ അപ്രധാനമായി കാണാവുന്നതാണ്. എന്നാൽ സത്യത്തിൽ ആഴത്തിൽ അർത്ഥവത്തും ശക്തിമത്തായതുമാണത്. ഉദാഹരണമായി പറഞ്ഞാൽ, അദ്ദേഹം ഒരു കുട്ടിയായിരുന്നപ്പോൾ ഹലീമ സാദിയ എന്നു പേരുള്ള അറേബ്യൻ മരുഭൂമികളിലെ ഒരു നാടോടി ഗോത്രത്തിലെ സ്ത്രീയെ കുട്ടിക്ക് മുല കൊടുക്കുവാനായി നിയമിക്കപ്പെടുകയുണ്ടായി. ഈ തെരഞ്ഞെടുക്കൽ വൃഥാവിലായില്ല, അഥവാ പ്രാധാന്യമില്ലാത്ത കാര്യവുമായിരുന്നില്ല. മുൻകാലങ്ങളിൽ
അറബികൾ വിശ്വസിച്ചിരുന്നു മരുഭൂമിയിലെ കുട്ടികളെ ഉത്സാഹിപ്പിക്കേണ്ടതാണ്. അവരുടെ അറബിക് വാക്ചാതുര്യത്തിനും ശക്തിമത്തായ വ്യക്തിത്വത്തിനും അവർക്ക് അവസരം നൽകേണ്ടതാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഹലീമ സാദിയ മഹാവ്യക്തിത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ ചുമതല അവൾക്ക് നൽകപ്പെട്ടപ്പോൾ അദ്ദേഹം അനാഥനായിരുന്നെങ്കിലും ഈ അസാധാരണ കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്നും അവളെ യാതൊന്നും തന്നെ തടയപ്പെട്ടില്ല. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ നിമിഷം മുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ ഭവനത്തിലേക്ക് കടന്നു കയറുവാൻ ആരംഭിച്ചു. അവരുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിഞ്ഞു. അവരും അവളുടെ ഭർത്താവ് അൽ ഹാരിസും അത്ഭുതങ്ങൾക്ക് സാക്ഷികളായി തീർന്നു. അവരുടെ മൃഗങ്ങൾ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങി. അവരുടെ ഭൂമികൾ കൂടുതൽ ഫലഭൂയിഷ്ഠങ്ങളായി. ഇത് പ്രകടമാക്കുന്നത് മുന്നേ തന്നെ അല്ലാഹു തആല ഔദ്യോഗികമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ്റെ പ്രവാചകനായി ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം ഒരു ബർക്കത്ത് ആയിരുന്നു. അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പേര് നൽകപ്പെട്ടു, അഥവാ ഒരു സ്ഥാനനാമം നൽകപ്പെടുകയുണ്ടായി. അതായത് അൽ അമീൻ എന്ന സ്ഥാനപ്പേര്, അഥവാ വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേര്. ഇത് വ്യർത്ഥമായ ഒരു സ്ഥാനപ്പേരായിരുന്നില്ല. അറബികൾ സ്വയം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. മക്കയിലെ ഗോത്രങ്ങൾ തമ്മിൽ കഅബ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായപ്പോൾ അത് രമ്യമായി പറഞ്ഞു തീർത്ത് പരിഹാരമുണ്ടാക്കുവാൻ അവർ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെ ആയിരുന്നു. ഹജറുൽ അസ്വദ് അഥവാ കറുത്ത കല്ല് അതിൻ്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നത് സംബന്ധമായി ഓരോ ഗോത്രവും അഭിപ്രായ വ്യത്യാസത്തിലായി. ഓരോ ഗോത്രവും തങ്ങളാണ് അതിനുള്ള അവകാശി എന്ന് വാദിക്കുകയുണ്ടായി. ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നിസ്സാരവും എന്നാൽ ഏറ്റവും ബുദ്ധിപരവുമായ ഒരു പരിഹാരമാർഗം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഒരു തുണിക്കഷണത്തിൽ കല്ല് വയ്ക്കുക, എന്നിട്ട് ഓരോ ഗോത്രത്തലവനും അതിൻ്റെ ഓരോ മൂലയിൽ പിടിക്കുക എന്ന് നിർദ്ദേശിക്കപ്പെട്ടു. എന്നിട്ട് ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ പ്രസ്തുത കല്ല് അതിൻ്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയുണ്ടായി. ഈ നടപടി ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തെയാണ് ഒഴിവാക്കിയത്. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എന്ന പദവി അദ്ദേഹത്തിന് വീണ്ടും ശക്തി പകരുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികൾ സഹോദരന്മാർ തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ രണ്ടു സഹോദരങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. അൽ ഹുജറാത്തിലെ 11-ാമത്തെ വചനം. പ്രസ്തുത സംഭവത്തിൻ്റെ സമ്പൂർണമായ വിവരണമാണ് ഈ വചനം. ഇസ്ലാമിൻ്റെ ആഗമനത്തിന് വളരെ കാലം മുമ്പാണ് ഇത് സംഭവിച്ചതെങ്കിലും ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാവുന്നതുപോലെ ചെറുപ്പത്തിലെ തന്നെ അനാഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു പോയി. തുടർന്ന് ഒന്നിനു പിറകെ മറ്റൊന്നായി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ അടുത്ത ബന്ധുക്കളൊക്കെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മാതാവ് ആമിന മരണപ്പെട്ടു. അതിനുശേഷം വല്യുപ്പ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം യൗവനാവസ്ഥയിൽ അദ്ദേഹത്തിന് പ്രവാചകത്വ പദവി ലഭിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഥമ ഭാര്യ ഖദീജയും തൻ്റെ പിതൃ സഹോദരൻ അബൂ താലിബും മരണപ്പെട്ടു. ഹസ്രത്ത് ഖദീജ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വ ലബ്ധിയിൽ വിശ്വസിച്ച പ്രഥമ വ്യക്തിയായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുൻപ് തന്നെ അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ ഹസ്രത്ത് അലിയുടെ പിതാവ്
തൻ്റെ എല്ലാ സ്നേഹവും സഹോദരപുത്രൻ ഹസരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകിയിരുന്നെങ്കിലും ഖുറൈശി ഗോത്രങ്ങളുടെ ശത്രുതയുടെ മുമ്പിൽ പരാജയപ്പെടാത്ത സംരക്ഷകനായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിലകൊണ്ടു. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിലെ ഈമാൻ കൈക്കൊള്ളുവാൻ കഴിയാതെ പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കാൻ കഴിയാതെ പോയി. അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് അദ്ദേഹത്തിൽ വിശ്വസിക്കുവാൻ കഴിയാതെ പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ സങ്കടങ്ങൾക്ക് പുറമെ സങ്കടങ്ങൾ വന്നുകൊണ്ടിരുന്നതിനെ അദ്ദേഹം സഹിച്ചതിനെയാണ് നാം കാണുന്നത്. ഈ നഷ്ടങ്ങൾ അദ്ദേഹത്തിൽ വലിയ പാടുകൾ സൃഷ്ടിച്ചു. എന്നാൽ അദ്ദേഹം ഒരിക്കലും പരാതി പറഞ്ഞില്ല. യൗവനാവസ്ഥയിലും പ്രവാചകൻ എന്ന നിലയിലും അദ്ദേഹം തൻ്റെ മാതാവിൻ്റെ ഖബർ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം അത്യധികമായി കണ്ണുനീർ വാർത്തു, അങ്ങേയറ്റം വേദനയോടെ. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്ക് പോലും തങ്ങളുടെ കണ്ണുനീർ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞില്ല. അവരും അദ്ദേഹത്തോടൊപ്പം വിങ്ങിപ്പൊട്ടിക്കരയുകയുണ്ടായി. അദ്ദേഹത്തിൽ കുടികൊണ്ടിരുന്ന മാനവികതയുടെ ഏറ്റവും വലിയ വെളിപ്പെടലായിരുന്നു പ്രസ്തുത നിമിഷം. അള്ളാഹുവിനോട് അദ്ദേഹം പരാതിപ്പെട്ടില്ല. മറിച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം പ്രസ്തുത വേദന അനുഭവിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ പ്രവഹിച്ചു കൊണ്ടിരുന്നു. എങ്കിലും അള്ളാഹുവിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ഭരമേൽപ്പിക്കലും കാത്തു സംരക്ഷിച്ചു. ഈ പ്രഭാഷണം വളരെ ദൈർഘ്യമേറിയതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ ചില സംഭവ വികാസങ്ങൾ നമ്മൾ വേണ്ടതുപോലെ നോക്കിക്കാണാത്ത ആ സ്ഥാനങ്ങളിലേക്ക് നമ്മെ ഹസ്രത്ത് ഖലീഫത്തുള്ള കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ എന്ന നിലയിൽ താൻ സ്വീകരിച്ച നിലപാടുകൾ, മാനവകുലത്തോട് അദ്ദേഹം കാണിച്ച ആദരവും അദ്ദേഹം കാണിച്ച ആ സ്നേഹവായ്പും അദ്ദേഹം കാണിച്ച നിസ്തുലമായ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സംഭവങ്ങളുടെയും വ്യക്തമായ അനാവരണമാണ് ഇതിലൂടെ പുറത്തു കൊണ്ടുവരപ്പെടുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും വളരെ കൂടുതലുണ്ട്. മറ്റ് ഖുത്ബകളിലൂടെ ഇത് നിങ്ങൾക്ക് വായിക്കാമെന്നും കരുതുന്നു. അല്ലാഹു തആലയുടെ പ്രത്യേകമായ സംരക്ഷണയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നിന്നും ഏറ്റവും നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ചുള്ള ഒരു ജീവിത രീതി നാം ഓരോരുത്തരും സ്വീകരിക്കുവാനും തയ്യാറാകേണ്ടതാണ്. അതിനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.